നമസ്കാരം. നാമ്പെടുക്കുന്ന പ്രണയം എന്ന നോവലിൻ്റെ 36-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആശുപത്രി വാസം കഴിഞ്ഞ് വീട്ടിലെത്തിയ ജിമ്മിയുടെ അടുത്ത് സന്ദർശകർ എത്തുന്നതും സിൽവിയുമായുള്ള സുന്ദര നിമിഷങ്ങളും ഒപ്പം തന്നെ ആക്രമിക്കാൻ വന്നവർക്കെതിരെ പ്രതികാരം ചെയ്യണമെന്ന ജിമ്മിയുടെ തീരുമാനവും. വൈകുന്നേരം പുല്ലരി നാട്ടിൽ പരന്ന ഞെട്ടിക്കുന്ന ആ വാർത്ത എന്തായിരുന്നു? നമുക്ക് കേട്ടു നോക്കാം അല്ലേ? പോയ വഴിക്ക് അത്താഴത്തിന് വേണ്ടത് വാങ്ങിക്കൊണ്ടാണ് പോയത്. അതുകൊണ്ട് ക്വാർട്ടേഴ്സിൽ ചെന്ന ഉടനെ പാചകം ചെയ്യേണ്ടി വന്നില്ല. വാങ്ങിയത് കഴിച്ചു. അത് ജിമ്മിയുടെ പ്രത്യേക താല്പര്യമായിരുന്നു. അമ്മ നന്നായി ക്ഷീണിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ചെയ്തതാണത്. ശങ്കരനാണ് ഭക്ഷണം വാങ്ങാൻ പോയത്. 2 പേർക്കുള്ളത് മാത്രമേ വാങ്ങിയുള്ളൂ. 3 പേരുള്ളപ്പോൾ 3 പേർക്കുള്ളത് വാങ്ങണ്ടേ? അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവിടെ ചെന്ന് നിങ്ങളെ ക്വാർട്ടേഴ്സിലാക്കി ആ വണ്ടിയിൽ തന്നെ താൻ തിരിച്ചു പോകും എന്നാണ് ശങ്കരൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഭക്ഷണം വാങ്ങേണ്ട കാര്യമില്ലല്ലോ. ശങ്കരൻ പറഞ്ഞതുപോലെ തന്നെ ആ വാഹനത്തിൽ തിരിച്ചുപോയി. സാധനങ്ങളെല്ലാം എടുത്ത് വീട്ടിനുള്ളിൽ വെച്ചതിന് ശേഷമാണ് പോയത്. വീട്ടിലെത്തിയതിൻ്റെ സമാധാനത്തിലായിരുന്നു അന്നമ്മ ചേട്ടത്തി. ആ സമാധാനത്തിനിടയിലും അവരുടെ മനസ്സിനെ വല്ലാതെ മഥിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു. ഉത്തരം കിട്ടാൻ എളുപ്പമല്ല എന്നറിയാവുന്ന ഒരു ചോദ്യം. മകനോട് ചോദിച്ചാലും അതിനുത്തരം കിട്ടില്ല. എന്നാലും തൻ്റെ മകനെ എന്തിനായിരിക്കും വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ചത്? ആ അമ്മയ്ക്ക് എത്ര ആലോചിച്ചിട്ടും അതിൻ്റെ കാരണം പിടികിട്ടിയില്ല. നാളിതുവരെയും അവനെപ്പറ്റി ഒരു പരാതിയും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലത്താണെങ്കിൽ പോലും പല കുട്ടികളും തമ്മിൽ തല്ലും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ആ കാലത്ത് പോലും അവൻ പൊതുവെ ശാന്ത സ്വഭാവക്കാരനായിരുന്നു. പിന്നെ ഏതാണ്ടൊക്കെ പഠിക്കാൻ പോയി. അതിൻ്റെ ആവശ്യം എന്നതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കൂട്ടുകാരൻ്റെ നിർബന്ധത്തിന് പോയതാണെന്നാണ്. അത് ആരോഗ്യത്തിന് നല്ലതാണെന്നും പറഞ്ഞു. ഭാവിയിൽ എപ്പോഴെങ്കിലും ആവശ്യം വരുമോ എന്ന് പറയാനൊക്കില്ലല്ലോ എന്നും പറഞ്ഞു. ആർക്കെതിരെയും പ്രയോഗിക്കാൻ വേണ്ടിയല്ല, ഇങ്ങോട്ട് വന്നാൽ കൊള്ളാതിരിക്കാനാണ് എന്നാണ് അവൻ കൂട്ടിച്ചേർത്തത്. ഉറങ്ങും മുൻപ് കുറച്ചു നേരം ചേടത്തി തനിയെ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് കർത്താവിനോട് പരാതിയായി ചേടത്തി ഈ കാര്യം പറഞ്ഞു. എന്തിനാണെന്ന് വെളിപ്പെടുത്താൻ അപേക്ഷിച്ചു. സമയം അനുകൂലമാകുമ്പോൾ വെളിപ്പെടുത്തുമായിരിക്കും. പിറ്റേ ദിവസം രാവിലെ സിൽവിയും ബേബിയും ക്ലാസ്സിൽ പോയി കഴിഞ്ഞ് സാറാമ്മ ക്വാർട്ടേഴ്സിലേക്ക് വരാൻ ഇറങ്ങി. കടയിലേക്ക് പോണ വഴി അപ്പച്ചൻ ചേട്ടനും ആ ഒപ്പം ക്വാർട്ടേഴ്സിലേക്ക് വന്നു. രോഗീ സന്ദർശനമാണ് ലക്ഷ്യം. ഇത് വെറും രോഗിയല്ലല്ലോ. പരാജയപ്പെട്ടു പോകുമായിരുന്ന തങ്ങളുടെ മകളെ വിജയത്തിൻ്റെ പാതയിലേക്ക് കൈപിടിച്ച് നടത്തിയ ആളല്ലേ. പിന്നെ അവർക്ക് ചെന്ന് കാണാൻ തോന്നാതിരിക്കുമോ? ഇന്നലെ എപ്പോൾ ഡിസ്ചാർജ് ചെയ്തു എന്നും എങ്ങനെ ഇവിടെ എത്തിയെന്നും മറ്റുമുള്ള കാര്യങ്ങൾ അപ്പച്ചൻ ചേട്ടൻ വിശദമായി തന്നെ അന്വേഷിച്ചു. ആശുപത്രിയിൽ എത്ര ചെലവായി എന്നും പൈസയ്ക്ക് വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ എന്നും കൂടി ചോദിച്ചതിൽ പെടും. തൽക്കാലം ഇപ്പോൾ എന്തെങ്കിലും സഹായം വേണോ എന്നുകൂടി ചോദിച്ചിട്ട് അപ്പച്ചൻ ചേട്ടൻ കടയിലേക്ക് പോകാൻ ഒരുങ്ങി. കടയിലേക്ക് പോകാൻ തിണ്ണയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എന്തോ മറന്നതുപോലെ പിന്നിലേക്ക് വന്നിട്ട് ജിമ്മിയോട് ഒരു കാര്യം പറയുകയും ചെയ്തു. ഇന്ന് ജിമ്മിയെയും കൂട്ടി കാട്ടിൽ പോകണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ജിമ്മിയെയും കൂട്ടി കാട്ടിൽ പോകുന്ന കാര്യം അന്ന് പറഞ്ഞിരുന്നതല്ലേ? ഞാൻ ഇന്നലെ മാമച്ചനോട് ചോദിച്ചപ്പോൾ ചിലപ്പോൾ ഇന്ന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ സ്ഥലത്തില്ല, നാട്ടിൽ പോയിരിക്കുകയാണ്. ഇന്ന് മാമച്ചൻ നേരത്തെ വരികയാണെങ്കിൽ ഇന്ന് പോകും.
അങ്ങനെയാണെങ്കിൽ ജിമ്മിക്ക് അടുത്ത പ്രാവശ്യം വരാം. അതിന് കുഴപ്പമില്ല. ഏതായാലും ഈ കണ്ടീഷനിൽ എനിക്ക് വരത്തില്ലല്ലോ. അപ്പച്ചൻ ചേട്ടൻ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യാമോ? ന്യൂട്രലിൽ എന്നെ അടിച്ചിട്ട് പോയ പാർട്ടികളെപ്പറ്റി ഒന്ന് അന്വേഷിക്കാമോ? ആളെ അറിഞ്ഞിരിക്കാമല്ലോ. ഇരുട്ടടിക്ക് ഒളിച്ചടി എന്നാണല്ലോ കണക്ക്. വെറുതെ കിട്ടുന്നത് വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കരുത് എന്നാണ് എൻ്റെ അപ്പൻ പറഞ്ഞിട്ടുള്ളത് എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അന്വേഷിക്കാം. ചിലപ്പോൾ ആളെയും കണ്ടെത്താൻ കഴിഞ്ഞേക്കും. എന്നാലും പകരത്തിന് പകരം കൊടുക്കാനൊന്നും പോകണ്ട കുഞ്ഞേ. കുറേ കണക്ക് കൃത്യം തീർത്തതാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല തോന്നുന്നത്. പ്രായത്തിൻ്റേതായ മാറ്റമായിരിക്കണം. അവർക്ക് കിട്ടാനുള്ളത് തമ്പുരാൻ തന്നെ കൊടുത്തോളും. നമ്മളായിട്ട് ഒന്നും ചെയ്തിട്ട് പകരം ചെയ്തതല്ലല്ലോ. അത് തന്നെയാണ് എൻ്റെയും സങ്കടം. ഞാനായിട്ട് യാതൊരു പ്രശ്നത്തിനും നിന്നതല്ലല്ലോ. എന്നിട്ടും വെറുതെ എൻ്റെ തല അടിച്ചു പൊളിച്ചതല്ലേ. അതും നല്ല യമണ്ടൻ അടിയാണ് അടിച്ചത്. നേരെ വന്നാണെങ്കിൽ പോലും സാരമില്ലായിരുന്നു. ഇതിപ്പോൾ ഇരുട്ടിൽ പിന്നിലൂടെ ഒളിച്ചു വന്നല്ലേ അടിച്ചത്. 3 പേരുണ്ടായിട്ടും അവർക്ക് അതേ സാധിച്ചുള്ളൂ. പിന്നെ എങ്ങനെ തിരിച്ചു കൊടുക്കാൻ തോന്നാതിരിക്കും? അവനെ അങ്ങനെ വെറുതെ വിടാമോ എന്നാണ് എൻ്റെ മനസ്സ് ചോദിക്കുന്നത്. എൻ്റെ അപ്പൻ കുഞ്ഞേപ്പച്ചനാണെങ്കിലും അവനെ വെറുതെ വിടണമെന്ന് പറയും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പനില്ലാത്തതുകൊണ്ടാണ് ആ സ്ഥാനത്ത് ഞാൻ കാണുന്ന ചേട്ടനോട് ചോദിച്ചത്. അപ്പനുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ പോയി അവന്മാർക്കിട്ട് കൊടുത്തു കഴിഞ്ഞേനെ. ആ സ്ഥാനത്താണ് കാണുന്നതെങ്കിൽ ഞാൻ പറയുന്നത് കുഞ്ഞു കേൾക്കണം. അത്തരത്തിലൊന്നും ചെയ്യാൻ പോകണ്ട. തൽക്കാലം ക്ഷമിക്കുക. അത്രയും നല്ല കാര്യം വേറെ ഒന്നുമില്ല. നമുക്ക് ആളെ അറിഞ്ഞിരിക്കാം. ഇനി അവരോടുള്ള ഇടപാടിൽ കരുതിയിരിക്കാം എന്ന് മാത്രം. അത്രയും ചെയ്താൽ മതി. പണ്ടൊക്കെയല്ലേ പിന്നെ ഇപ്പോൾ കൂടെ തന്നെയാണ്. അപ്പച്ചൻ ചേട്ടൻ്റെ വാക്കുകൾ ധിഖരിക്കാൻ ജിമ്മിക്ക് അന്നേരം തോന്നിയില്ല. കാരണം അപ്പൻ്റെ സ്ഥാനത്ത് തന്നെയാണ് അപ്പച്ചൻ ചേട്ടൻ. എതിർത്തു പറയാൻ തോന്നാത്ത രീതിയിലാണ് അപ്പച്ചൻ ചേട്ടൻ്റെ വർത്തമാനവും. അപ്പൻ്റെ സ്ഥാനത്തിന് പോന്ന ബഹുമാനത്തോടു കൂടിയാണ് അപ്പച്ചൻ ചേട്ടനോട് സംസാരിക്കുന്നതും ഇടപെടുന്നതും. അതുകൊണ്ട് പറഞ്ഞതിനെ എതിർത്തതുമില്ല. അതിനെതിരായി ഒന്നും ചെയ്യുന്നുമില്ല എന്ന് തൽക്കാലം തീരുമാനിച്ചില്ലെങ്കിലും അങ്ങനെ പറഞ്ഞു. അത് കേട്ടയുടനെ അപ്പച്ചൻ ചേട്ടൻ കടയിലേക്ക് പോയി. സാറാമ്മ ചേട്ടത്തി കുറേ നേരം കൂടി അവിടെ ഇരുന്ന് അന്നമ്മ ചേട്ടത്തിയുമായി സംസാരിച്ചതിന് ശേഷമാണ് തിരിച്ചു പോയത്. ജിമ്മി അപ്പോഴേ കട്ടിലിൽ ഭിത്തിയോട് ചേർത്തൊരു തലയണ വെച്ചിട്ട് ചാരിയിരുന്ന് എന്തോ വായിക്കുകയായിരുന്നു. വൈകുന്നേരം കോളേജിൽ നിന്ന് വന്ന വഴി സിൽവിയും സ്കൂളിൽ നിന്ന് വന്ന വഴി ബേബിയും ക്വാർട്ടേഴ്സിലേക്ക് വന്നിരുന്നു. 2 പേരും 2 സ്ഥലത്തു നിന്നാണ് വരുന്നതെങ്കിലും മിക്കവാറും ദിവസങ്ങളിൽ ഏതാണ്ട് ഒരേ സമയത്ത് 2 സ്ഥലത്തെത്തും. ഇന്നും അതേപോലെ തന്നെ. ഏതാണ്ട് ഒരേ സമയത്ത് 2 പേരും എത്തി. ബേബി വന്നു. തൊട്ടുപുറകെ തന്നെ സിൽവിയും എത്തി. അവർ വരുമ്പോഴും ജിമ്മി വായന തന്നെ ആയിരുന്നു. ഇപ്പോൾ വേദന എങ്ങനെയുണ്ട്? തീർത്തും വേദന മാറിയില്ലേ? ആശുപത്രിയിലെ പോലെ വികൃതി പറയാൻ തോന്നുന്നില്ലേ? പിന്നെ എന്നാ മിണ്ടാതെ കിടക്കുന്നത്? ഇവിടെ ഞാൻ എന്തിനാ വന്നത് എന്ന് ചോദിക്കാത്തത് എന്താ? പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറയാത്തതെന്താ? ഇവിടെ നിന്ന് ചോദിച്ചാൽ മറുപടി കിട്ടുമെന്നറിയാം. വേദന ഉണ്ടായിട്ടും എങ്ങാനും ആണോ? അന്ന് ആ ആശുപത്രിയിൽ നിന്നും ഒരു തമാശ പറഞ്ഞതിനാണോ സാർ ഇത്ര ചൂടാവുന്നത്? ഇക്കണക്കിന് സാറിൻ്റെ ക്ലാസ്സിൽ പഠിക്കാൻ വരുന്ന പിള്ളേരുടെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ ക്ലാസ്സിൽ ഏതായാലും ഈ പറഞ്ഞയാൾ പഠിക്കാൻ വരില്ലല്ലോ. അതുകൊണ്ട് പഠിക്കാൻ വരുന്ന കുട്ടികളോ
അവരുടെ രക്ഷകർത്താക്കളോ ദുഃഖിച്ചുകൊള്ളും. എല്ലാവർക്കും വേണ്ടി ദുഃഖിക്കാൻ നടക്കുന്ന ഒരു പാവം വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ, തലയും പൊളിഞ്ഞയ്യോ ശിവശിവ. ഇയാൾ ഒരു നിമിഷ കവിയും കൂടിയാണെന്നുള്ള വിവരം ഇപ്പോഴാണ് മനസ്സിലായത്. അതെങ്ങും എൻ്റെ കവിതയൊന്നുമല്ല, വേറെ ഏതോ ബുദ്ധിയുള്ളവർ എഴുതി വച്ചത് ഞാൻ പഠിച്ചതാണ്. ഇപ്പോൾ തോന്നിയതുകൊണ്ട് അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ തമാശയല്ലാത്ത ഒരു കാര്യം ചോദിക്കട്ടെ, ചാച്ചൻ കടയിലുണ്ടോ? ഒരു സ്ഥലം വരെ പോകുന്നു എന്നെന്നോട് പറഞ്ഞിരുന്നു. പോയോ എന്നറിയാനാണ്. ചാച്ചൻ പോയില്ലല്ലോ. ഞാൻ വരുമ്പോൾ കടയിലുണ്ട്. ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. എവിടേക്കാണ് പോകുന്ന കാര്യം പറഞ്ഞത്? അപ്പോൾ ഏതായാലും ഇന്ന് പോകുന്നില്ല. പോകാനാണെങ്കിൽ ഉച്ച കഴിയുമ്പോഴേക്കും പോകുമായിരുന്നു. ഇപ്പോൾ എന്തിനാണെന്ന് മനസ്സിലായോ സിൽവി ടീച്ചറിന്? ഓ, കാട്ടിൽ പോകാനായിരിക്കും. ഇല്ല, ഇന്ന് ഏതായാലും പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ പറഞ്ഞതുപോലെ നേരത്തെ പോയേനെ. മാമച്ചിച്ചേട്ടൻ നാട്ടിൽ പോയതല്ലേ, വന്നു കാണില്ല. ഇത്രയും ആയപ്പോഴേക്കും അന്നമ്മ ചേടത്തി സിൽവിയെ അകത്തേക്ക് വിളിച്ചു. കാപ്പിയെടുക്കാനാണ് എന്ന് വിളി കേട്ടപ്പോൾ തന്നെ സിൽവിക്ക് മനസ്സിലായി. അവൾ ബാഗ് മേശപ്പുറത്ത് വെച്ചിട്ട് വേഗം അടുക്കളയിലേക്ക് പോയി. 4 ഗ്ലാസ് കാപ്പിയും 2 പാക്കറ്റ് അച്ചപ്പവും എടുത്തുകൊണ്ടുവന്നു. അവർ രണ്ടുപേരും ജിമ്മി കിടക്കുന്ന ഭാഗത്തേക്ക് വരുന്നത് കണ്ട് അയാൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. തീൻമേശയുടെ അടുത്ത് കസേരയിൽ വന്നിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ കാപ്പി കുടിച്ചു. കുറച്ച് സമയം കൂടി തമാശ പറഞ്ഞിരുന്നു. അതിനുശേഷം അവർ മടങ്ങിപ്പോകാൻ ഒരുങ്ങി. അതുവരെ വർത്തമാനം പറഞ്ഞിരുന്നിട്ടും ടീച്ചറിൻ്റെ പഠനകാര്യം ഒന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. പഠിക്കുന്നുണ്ടായിരിക്കും, എന്നാലും അവളെ ഒന്ന് പ്രകോപിപ്പിക്കണമെന്നാണ് ജിമ്മിക്ക് തോന്നിയത്. ടീച്ചറിൻ്റെ പഠനത്തിൻ്റെ കാര്യം ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. എങ്ങനെയായി? കോഴ്സ് തീരാനായോ? ഇപ്പോൾ എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? വല്ലതും പഠിക്കുന്നുണ്ടോ? അതോ ചുമ്മാ പോയി വരുന്നതേ ഉള്ളോ? ഏയ്, ഞാനെങ്ങും ഒന്നും പഠിക്കുന്നില്ല. ഈ പരീക്ഷയ്ക്ക് തോൽക്കണം എന്നാണ് എൻ്റെ പദ്ധതി. എന്നിട്ട് വേണം ചിലരെ കൊണ്ട് ട്യൂഷൻ എടുപ്പിച്ച് കഷ്ടപ്പെടുത്തണം. ഇല്ലാത്ത സമയം ഉണ്ടാക്കി ക്ലാസ് എടുപ്പിക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെയാ. എന്നിട്ട് വീണ്ടും ഒരു തവണ കൂടി പരീക്ഷ എഴുതി എനിക്ക് ജയിക്കണം. അതാണ് എൻ്റെ പ്ലാൻ. എന്താ, പോരെ? അയ്യോ, ട്രെയിനിങ്ങിൻ്റെ വിഷയമൊന്നും എനിക്കറിയില്ല കേട്ടോ, ക്ലാസ് എടുത്തു തരാൻ. തോറ്റു കഴിഞ്ഞ് അയ്യോ പൊത്തോ എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്. ഞാൻ ക്ലാസ് എടുത്തു തരില്ല, അത് വിചാരിക്കുകയും വേണ്ട. അങ്ങനെ പറ്റില്ലെങ്കിൽ ഞാൻ പഠിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യരുത്. ഞാൻ പഠിക്കുകയും ചെയ്യും, ജയിക്കുകയും ചെയ്യും, ടീച്ചറാകുകയും ചെയ്യും, തീർച്ചയായും. സംസാരിച്ചും തർക്കിച്ചും സമയം കുറേയായി. അതുകൊണ്ട് പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ അവർ വീട്ടിലേക്ക് പോയി. അന്ന് വൈകിട്ട് നാട്ടിൽ കേട്ടത് എല്ലാവരെയും, പ്രത്യേകിച്ചും കാട്ടിൽ പോകുന്നവരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. അതെന്തായിരിക്കും? അങ്ങനെ കാട്ടിൽ പോകുന്നവരെ മാത്രമായി പ്രത്യേകം ഞെട്ടിക്കാൻ പോകുന്ന ഒരു വാർത്ത. കാട്ടിൽ വെച്ച് ആർക്കെങ്കിലും അപകടമോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? അടുത്ത ഭാഗത്തിലറിയാം കേട്ടോ. തമാശകളും സന്തോഷവും നിറഞ്ഞ ദിവസമായിരുന്നു അത്. ആ സുഖമുള്ള നിമിഷങ്ങൾക്കിടയിലേക്കാണ് ആ ദുരന്ത വാർത്ത ഇരുത്തി പോലെ വന്നു വീണത്. എന്തായിരുന്നു ആ വാർത്ത? അത് ജിമ്മിയെയും മറ്റുള്ളവരെയും എങ്ങനെ ബാധിക്കും? അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്മ നേരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.